പുന്നപ്ര വയലാറിന്റെ കനലാണ് വി എസിലെ വിപ്ലവകാരിയെ ജ്വലിപ്പിച്ചത്. കൊടിയ മർദ്ദനത്തിനൊടുവിൽ ചോരവാർന്ന് മരിച്ചുവെന്ന് കരുതിയ പോലീസുകാർക്ക് ആ പോരാളിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തെറ്റി. ചൈനീസ് ചാരന്മാർ എന്നാരോപിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലടച്ച കാലത്ത് ഇൻഡോ ചൈന യുദ്ധത്തിൽ പൊരുതിയ ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം ദാനം ചെയ്തു അച്യുതാനന്ദൻ എന്ന യുവ വിപ്ലവകാരി. ജീവിതത്തിലെ ആദ്യത്തെ സംഘടനാ നടപടി നേരിട്ടത് ഇതിന്റെ പേരിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ റിവിഷനിസം ആരോപിച്ച് ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന CPIM രൂപീകരിച്ച 32 പേരിൽ ഒരാൾ VS ആണ്. പിന്നെ മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിലൂടെ ജനനായകനായി വളർന്നു. ഒരു വർഗീയ കക്ഷിയോടും ചേരില്ല എന്ന് പ്രഖ്യാപിച്ച് 1987 ഇടതുമുന്നണിയെ സംസ്ഥാന ഭരണത്തിലെത്തിച്ചു. ചാരക്കേസും വിദ്യാഭ്യാസ പ്രക്ഷോഭവും കേരളത്തെ കലുഷിതമാക്കിയ നാളുകളിൽ കർക്കശക്കാരനായ കമ്മ്യൂണിസ്റ്റിന്റെ പരിവേഷമായിരുന്നു VSന്. കള്ളന്മാരെയും പീഡകരെയും VS കയ്യാമം വെച്ച് നടത്തിക്കുമെന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. 2006 തെരഞ്ഞെടുപ്പിൽ VSനെ മത്സരിപ്പിക്കേണ്ട എന്ന പാർട്ടി തീരുമാനത്തിന് പിന്നാലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനം ഇറങ്ങി. കണ്ണേ കരളെ VS എന്നവർ ആർത്തു വിളിച്ചു. ജനങ്ങൾക്ക് മുൻപിൽ പാർട്ടി തോറ്റു. VSന്റെ ജനകീയതയുടെ കരുത്തിൽ മിന്നുന്ന പ്രകടനത്തോടെ LDF ഭരണാധികാരത്തിൽ. സമവായം എന്ന വാക്ക് VSന്റെ നിഘണ്ടുവിലുണ്ടായിരുന്നില്ല. പതിയെ പ്രായം VSനെ കീഴടക്കി. പൊതുരംഗത്ത് നിന്ന് പിൻവാങ്ങി. VS കേരളത്തെ ഓർമ്മിപ്പിക്കുന്നത് പോരാട്ടത്തിന്റെ ഇന്നലകളെക്കുറിച്ചാണ്.